നമ്മൾ ജീവിക്കുന്ന ലോകം ഇപ്പോൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് യുദ്ധം, മറ്റൊരിടത്ത് രാഷ്ട്രീയ മാറ്റങ്ങൾ, മറ്റൊരു രാജ്യത്ത് പ്രകൃതി ദുരന്തങ്ങൾ, വേറൊരു സ്ഥലത്ത് മനുഷ്യരെ ഞെട്ടിക്കുന്ന ആരോഗ്യ പ്രതിസന്ധികൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിൽ ലോകശ്രദ്ധ നേടിയ പ്രധാന അന്താരാഷ്ട്ര സംഭവങ്ങളെക്കുറിച്ചാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം മുതൽ ബ്രിട്ടന്റെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ വരെ, കാനഡയിലെ നിയന്ത്രിക്കാനാകാത്ത കാട്ടുതീ മുതൽ പാകിസ്ഥാനിലെ ഗുരുതര ആരോഗ്യ പ്രതിസന്ധി വരെ, ഓരോ വാർത്തയ്ക്കും പിന്നിൽ നമ്മൾ അറിയേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഓരോന്നും പരിശോധിക്കാം. വെൽക്കം ടു ലോക. ഒരു മാസം, അതെ, വെറും ഒരു മാസത്തിനുള്ളിൽ അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് ലോകത്തിലെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഉപരോധങ്ങളെ പോലും മറികടന്ന് ഇറാൻ ചൈനയിലേക്ക് കടത്തിയത് ഏകദേശം 5 മുതൽ 6 ബില്യൺ ഡോളർ വിലമതിക്കുന്ന ക്രൂഡ് ഓയിലാണ്. അമേരിക്കയെയും US നേവിയെയും നാണം കെടുത്തിയ ഒരു ഒന്നൊന്നര സ്കെച്ച് കഥയാണ് ഇത്. ശത്രുക്കൾ പോലും കൈയടിച്ചു പോകുന്ന തരത്തിൽ ഇറാൻ നടത്തിയ ഒരു രഹസ്യ ഓപ്പറേഷൻ, അതും തങ്ങളുടെ രഹസ്യ കപ്പൽപ്പടയായ ഷാഡോ ഫ്ലീറ്റ് ഉപയോഗിച്ച് നേരെ ചൈനയിലേക്ക്. അമേരിക്ക കണ്ണു ചിമ്മി തുറക്കുന്നതിനിടയിൽ സംഭവിച്ച ഈ വമ്പൻ നീക്കത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയുടെ നേവൽ ബ്ലോക്കേഡ് ഉണ്ടായിട്ടും ഇത് എങ്ങനെ സാധിച്ചു? ചൈന എന്തുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്തത്? ഇതിന്റെ ആഘാതം ലോക എണ്ണ വിപണിയെയും ഇന്ത്യയും എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. നമുക്കറിയാം, 2026 തുടക്കം മുതൽ മിഡിൽ ഈസ്റ്റിൽ കടുത്ത സംഘർഷങ്ങളാണ്. US-ഉം ഇസ്രായേലും ചേർന്ന് നടത്തിയ സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെ ഏപ്രിൽ 13 മുതൽ US മിലിറ്ററി ഇറാനുമേൽ കടുത്ത നേവൽ ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയിരുന്നു. ഇറാനിൽ നിന്നുള്ള ഒരു കപ്പൽ പോലും പുറത്തു പോകരുത്, അങ്ങോട്ട് വരാനും പാടില്ല. ഇതായിരുന്നു നിയമം. ഇതുമൂലം ഇറാന്റെ ചബഹാർ പോർട്ടിലും മറ്റും കോടിക്കണക്കിന് ബാരൽ എണ്ണയാണ് കെട്ടിക്കിടന്നത്. ഇറാന്റെ എക്കണോമി ആകട്ടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം അവസ്ഥയിലുമായിരുന്നു. അപ്പോഴാണ് ജൂൺ പകുതിയോടെ ഒരു ഇന്ററിം പീസ് ഡീൽ ഉണ്ടാകുന്നത്. ഇതോടെ US തങ്ങളുടെ ബ്ലോക്കേഡ് താൽക്കാലികമായിട്ട് പിൻവലിച്ചു. US അധികൃതർ കരുതി ഇനി ഇറാൻ ഒന്ന് ശ്വാസം വിടട്ടെ എന്ന്. പക്ഷേ അവിടെയാണ് അമേരിക്കയ്ക്ക് തെറ്റിയത്. ഇറാൻ ഈ ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ആ കിട്ടിയ ഒരു മാസത്തെ ഗ്യാപ്പിൽ ഇറാൻ കടത്തിയത് 5 മുതൽ 6 ബില്യൺ US ഡോളർ വിലമതിക്കുന്ന ക്രൂഡ് ഓയിൽ, അതായത് ഏകദേശം 50,000 കോടിയിലധികം രൂപയുടെ ക്രൂഡ് ഓയിൽ. ജൂൺ 17 കരാർ ഒപ്പുവച്ച മിനിറ്റുകൾക്കകം ചബഹാർ പോർട്ടിൽ കെട്ടിക്കിടന്ന ഇറാന്റെ വമ്പൻ ഓയിൽ ടാങ്കറുകൾ ഏഷ്യൻ തീരങ്ങളിലേക്ക് ഫുൾ സ്പീഡിൽ കുതിക്കാൻ തുടങ്ങി. ഡയോന, ഹീറോ 2, സോണിയ 1, സ്ട്രീം തുടങ്ങിയ ഇറാന്റെ വമ്പൻ കപ്പലുകളായിരുന്നു ഈ ഒരു ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. ഇറാൻ തങ്ങളുടെ രഹസ്യ കപ്പൽപ്പടയായ ഷാഡോ ഫ്ലീറ്റ് ഉപയോഗിച്ച് നേരെ ചൈനയിലേക്ക്. പക്ഷേ അമേരിക്കൻ ഉപരോധം ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കപ്പൽ ചൈനയിലേക്ക് പോകാൻ പറ്റില്ല. അവിടെയാണ് ഇറാൻ തങ്ങളുടെ പ്രശസ്തമായിട്ടുള്ള പ്ലേ ബുക്ക് പുറത്തെടുത്തത്. ഇറാനിലെ ടാങ്കേഴ്സ് നേരിട്ട് ചൈന പോർട്ടിലേക്ക് പോയില്ല, പകരം മലേഷ്യയ്ക്ക് സമീപമുള്ള ഈസ്റ്റേൺ ഔട്ടർ പോർട്ട് ലിമിറ്റ്സ് മേഖലയിലേക്ക് എത്തി. ചൈനയ്ക്കും ഇറാന്റെയും ഇടയിലുള്ള കറക്റ്റ് മിഡ് പോയിന്റ്. അവിടെ വെച്ച് US ഉപരോധം മറികടക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന ഷാഡോ ഫ്ലീറ്റ് അഥവാ വ്യാജ പേരുകളിലുള്ള കപ്പലുകൾ രംഗത്തിറങ്ങി. കടലിന്റെ നടുവിൽ വെച്ച് വലിയ ഹോസുകൾ ഉപയോഗിച്ച് ഇറാന്റെ കപ്പലുകളിൽ നിന്ന് ഈ വ്യാജ കപ്പലുകളിലേക്ക് എണ്ണ മാറ്റും. ഇതിന് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് ഈ എണ്ണയുടെ ഒറിജിനൽ രേഖകളെല്ലാം മാറ്റപ്പെടും. അതോടെ ഇത് ഇറാന്റെ എണ്ണയല്ല, മറിച്ച് മലേഷ്യൻ എണ്ണയോ മറ്റോ ആയിട്ട് രേഖകളിൽ മാറും. അവിടെ നിന്ന് ഈ കപ്പലുകൾ നേരെ സാധാരണയായി ടീപോർട്ട് റിഫൈനറീസ് എന്ന് വിളിക്കുന്ന ചൈനയിലെ സ്വകാര്യ റിഫൈനറീസിലേക്ക് പോകും. ചൈന ഈ അവസരം മുതലാക്കി വൻ ഡിസ്കൗണ്ടിലാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കൂട്ടിയത്. ജൂൺ പകുതി മുതൽ ജൂലൈ പകുതി വരെയുള്ള വെറും ഒരു മാസം കൊണ്ട് 70 മില്യൺ ബാരൽ എണ്ണയാണ് ഇറാൻ കടത്തിയത്. ഇനി പ്രധാന ചോദ്യം, ഷാഡോ ഫ്ലീറ്റ് എന്നത് എന്താണ്? ഇതൊരു ഔദ്യോഗിക ഷിപ്പിംഗ് കമ്പനി അല്ല. പല രാജ്യങ്ങളുടെ ഫ്ലാഗ് ഉപയോഗിക്കുന്ന പഴക്കം ചെന്ന ടാങ്കേഴ്സ്, ഓണർഷിപ്പ് മറച്ചുവെച്ച കപ്പലുകൾ, AIS ട്രാക്കിംഗ് സിസ്റ്റം ഓഫ് ചെയ്യുന്ന ടാങ്കേഴ്സ്, ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ നടത്തുന്ന വെസൽസ്, ഇങ്ങനെ ചേർന്ന ഒരു വലിയ നെറ്റ്വർക്കാണ്. ഇവിടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സാങ്ഷൻസ് മറികടക്കുക എന്നതാണ്. ആരും അറിയാതെ ഓയിൽ ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടലിൽ വെച്ച് തന്നെ മാറ്റുക. അതിനുശേഷം പുതിയ രേഖകളോടെ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന ചരക്കാണ് എന്ന രീതിയിൽ യാത്ര തുടരുക. ഇനി പ്രധാന ചോദ്യം, അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ഇത് തടയാൻ കഴിഞ്ഞില്ല എന്ന്. ഇത് ചോദിച്ചാൽ അതിനുള്ള കാരണം ഈ ഓപ്പറേഷൻ അതിവേഗത്തിലായിരുന്നു. ബ്ലോക്കേഡ് പോസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ നിരവധി ടാങ്കേഴ്സ് ഒരേ സമയം പുറപ്പെട്ടു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫേഴ്സ് പൂർത്തിയായി. അമേരിക്ക വീണ്ടും ബ്ലോക്കേഡ് ശക്തമാക്കിയപ്പോഴേക്കും വലിയൊരു ഭാഗം ഓയിൽ ഇതിനകം ചൈനയിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു. എന്നാൽ എല്ലാ ഓയിലും പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇറാന് സാധിച്ചില്ല. ഏകദേശം 30 മില്യൺ ബാരൽ ഓയിൽ ഇനിയും പുറത്തേക്ക് അയക്കാൻ കഴിയാതെ കുഴുങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് പിന്നാലെ അമേരിക്ക വീണ്ടും ബ്ലോക്കേഡ് ശക്തമാക്കി പുതിയ സാങ്ഷൻസ് പ്രഖ്യാപിച്ചു. ഷാഡോ ഫ്ലീറ്റുമായി ബന്ധപ്പെട്ട ഷിപ്പിംഗ് കമ്പനീസ്, ടാങ്കേഴ്സ്, ചൈനീസ് റിഫൈനറി നെറ്റ്വർക്ക്സ് എന്നിവയ്ക്കെതിരെയും നടപടികൾ ശക്തമാക്കി. അതേസമയം ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ബ്ലോക്കേഡ് വീണ്ടും ശക്തമായതോടെ ഇറാന്റെ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. ചില ടാങ്കർ ട്രാക്കിംഗ് സ്ഥാപനങ്ങൾ പറയുന്നത് ബ്ലോക്കേഡ് പുനരാരംഭിച്ചതിന് ശേഷം നിരവധി ദിവസങ്ങളായിട്ട് ഇറാനിന് വിജയകരമായിട്ട് ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് നടത്താൻ സാധിച്ചിട്ടില്ല എന്നാണ്.
ഇനി ഇതിന്റെ ഗ്ലോബൽ ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷം ഉയർന്നാൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ പ്രൈസസ് ഉയരാൻ സാധ്യതയുണ്ട്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ ഷിപ്പിംഗ് റൂട്ടുകളിൽ ഒന്നാണ്. ലോകത്തെ ഓയിൽ സപ്ലൈയുടെ ഏകദേശം 1/5 ഈ ഒരു കടൽപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം പോലും ലോകത്തിലെ എണ്ണവിലയെ ബാധിക്കാൻ കാരണമാകും. ഇനി പ്രധാന ചോദ്യം ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇന്റർനാഷണൽ ഓയിൽ പ്രൈസസ് ഉയർന്നാൽ ഫ്യൂവൽ പ്രൈസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതുപോലെ ഇൻഫ്ലേഷൻ ഇവയെല്ലാം ബാധിക്കപ്പെടും. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ ഓരോ സംഭവവും ഇന്ത്യക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അമേരിക്ക ബ്ലോക്കേഡ് ഏർപ്പെടുത്തി, ഇറാൻ ഷാഡോ ഫ്ലീറ്റ് ഉപയോഗിച്ചു, ചൈന ഡിസ്കൗണ്ട് ഓയിൽ വാങ്ങി, 1 മാസം നീണ്ട ചെറിയ അവസരം ഉപയോഗിച്ച് ഇറാൻ $1 ബില്യൺ ഓയിൽ എക്സ്പോർട്ട് നടത്തി. പക്ഷേ ഇപ്പോൾ ബ്ലോക്കേഡ് വീണ്ടും ശക്തമായതോടെ ഈ വഴി വീണ്ടും അടയുകയാണ്. ഇനി ചോദ്യം, ഇറാൻ വീണ്ടും പുതിയ വഴികൾ കണ്ടെത്തുമോ, അല്ലെങ്കിൽ അമേരിക്കയുടെ പുതിയ നടപടികൾ ഷാഡോ ഫ്ലീറ്റിനെ പൂർണ്ണമായിട്ട് തടയുമോ? അടുത്ത ദിവസങ്ങളിലെ മിഡിൽ ഈസ്റ്റ് സംഭവ വികാസങ്ങളാണ് അതിന് ഉത്തരം പറയുന്നത്. യുദ്ധത്തിൽ ഒരു പ്രധാന നിയമമുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഹോസ്പിറ്റൽസ് ആക്രമിക്കരുത്, സ്കൂൾസ് ആക്രമിക്കരുത്, സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിക്കരുത്. പക്ഷേ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്നത് അതിലും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഇപ്രാവശ്യം ലക്ഷ്യമിട്ടത് ഒരു മിലിറ്ററി ബേസ് അല്ല, ഒരു ഓയിൽ റിഫൈനറി പോലുമല്ല. ലക്ഷ്യം ലക്ഷക്കണക്കിന് ആളുകൾ കുടിക്കുന്ന വെള്ളം ഉണ്ടാക്കുന്ന ഒരു പവർ ആൻഡ് വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റ് ആണ്. വെറും 2 ദിവസത്തിനിടെ കുവൈറ്റിന്റെ പവർ യൂണിറ്റുകൾക്ക് നേരെ ഉണ്ടാകുന്ന 2ാമത്തെ വലിയ സ്ട്രൈക്കാണ്. രാജ്യം മുഴുവൻ സൈറൻസ് മുഴങ്ങുകയാണ്. അതെ, ഇറാന്റെ ആക്രമണത്തിൽ കുവൈത്തിലെ നിർണായക പവർ ആൻഡ് വാട്ടർ പ്ലാന്റുകൾക്ക് കേടുപാടുകൾ നേരിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതൊരു സാധാരണ മിസൈൽ സ്ട്രൈക്ക് അല്ല. മിഡിൽ ഈസ്റ്റ് യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന വലിയ സൂചനയാണ്. എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ് ആയത്? ഇതിന്റെ ആഘാതം ഗൾഫ് രാജ്യങ്ങൾക്കും ലോകത്തിനും എന്തായിരിക്കും? പരിശോധിക്കാം. ഇത്രയും നാൾ ഇസ്രായേലും ഇറാനും തമ്മിൽ മാത്രമായിരുന്ന യുദ്ധം ഇപ്പോൾ ഇതാ മുഴുവൻ ഗൾഫ് മേഖലയിലേക്കും ആള് പടരുകയാണ്. US-ഉം ഇറാനും തമ്മിലുള്ള ആ ഒരു താൽക്കാലിക വെടിനിർത്തൽ, അതായത് ഇന്ററിം സീസ് ഫയർ പൂർണ്ണമായിട്ട് തകർന്നതിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ ക്രൂരമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കുവൈത്തിലെ അതിപ്രധാനമായ പവർ ജനറേഷൻ പ്ലാന്റും വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റും ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. കുവൈത്തിന്റെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും തുടർച്ചയായിട്ടുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലാണ് ഈ വമ്പൻ പ്ലാന്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. ആക്രമണത്തിന് പിന്നാലെ പ്ലാന്റിലെ പല ഭാഗങ്ങളിലും വലിയ തോതിൽ തീപിടുത്തമുണ്ടായി. കുവൈറ്റിലെ പവർ ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റി ഇത് സാരമായിട്ട് ബാധിച്ചുകൊണ്ട് തന്നെ ഗവൺമെന്റിന് അടിയന്തരമായി എമർജൻസി മെഷേഴ്സ് പ്രഖ്യാപിക്കേണ്ടി വന്നു. ജനങ്ങളോട് വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കാനാണ് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ സ്ഥിരീകരിച്ച മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം, കുവൈറ്റിലെ വലിയൊരു ഓയിൽ ഫെസിലിറ്റിക്ക് നേരെയും ഇറാന്റെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ്. അവിടെ വലിയ തോതിൽ മെറ്റീരിയൽ ഡാമേജും ചില ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് മിലിറ്ററിയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് പരമാവധി മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവശിഷ്ടങ്ങൾ വീണും മറ്റും വലിയ നാശനഷ്ടങ്ങളാണ് കുവൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്, ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഇറാൻ എന്തിനാണ് പെട്ടെന്ന് കുവൈറ്റിനെ ആക്രമിക്കുന്നത്? ഇതിന് ഇറാൻ നൽകുന്ന ന്യായം, IRGC അവകാശപ്പെടുന്നത് തങ്ങൾ കുവൈത്തിലെ സിറ്റിസൺസിനെ അല്ല ആക്രമിക്കുന്നത്, മറിച്ച് അവിടെയുള്ള US മിലിറ്ററി ക്യാമ്പുകളെയാണ് എന്നാണ്. കുവൈറ്റിലെ ക്യാമ്പ് ആരഫ് ജാനിലുള്ള US മിലിറ്ററി സപ്പോർട്ട് സെന്ററും അലി അൽ സലീം എയർബേസിലെ US റേഡാർ സംവിധാനങ്ങളുമാണ് തങ്ങൾ തകർത്തത് എന്നാണ് IRGCയുടെ വാദം. പക്ഷേ ഇന്റർനാഷണൽ റിലേഷൻസ് എക്സ്പേർട്ടുകൾ പറയുന്നത് ഇതിന് പിന്നിൽ വലിയൊരു സൈക്കോളജിക്കൽ വാർഫെയർ ഉണ്ട് എന്നാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡയിലെ റിസർച്ച് ഫെലോ ആയ ഡോക്ടർ അർമാൻ മഹൂദിയൻ പറയുന്നത്, കുവൈറ്റ് എന്നാൽ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ലോജിസ്റ്റിക് ഹബ്ബാണ്. അവിടെയുള്ള അമേരിക്കൻ അസറ്റുകളെ ആക്രമിക്കുന്നതിലൂടെ ഇറാൻ അമേരിക്കയ്ക്ക് വലിയൊരു വാർണിംഗ് നൽകുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തെക്കൻ ഇറാനിലെ പ്രധാന പോർട്ടായ ബന്ദർ അബ്ബാസിന് നേരെയും അവിടുത്തെ പാലങ്ങൾക്കും റോഡുകൾക്കും നേരെയും US വമ്പൻ ബോംബിംഗ് നടത്തിയിരുന്നു. ഇറാന്റെ പകുതിയോളം വ്യാപാരം നടക്കുന്നത് ഈ പോർട്ട് വഴിയാണ്. ഇതിന് കൗണ്ടറായിട്ടാണ് ഇറാൻ കുവൈറ്റിന്റെ പവർ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ തിരഞ്ഞുപിടിച്ച് തകർത്തത്. നിങ്ങൾ ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർത്താൽ ഞങ്ങൾ നിങ്ങളുടെ സഖ്യകക്ഷികളുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുമെന്ന സന്ദേശമാണ് ടെഹ്റാൻ നൽകുന്നത്. ഇറാൻ ഇപ്പോൾ തങ്ങളുടെ യുദ്ധതന്ത്രം പാടെ മാറ്റിയിരിക്കുകയാണ്. വെറും കുവൈത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ആക്രമണം. ജോർദൻ, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ US സഖ്യകക്ഷികളായ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാന്റെ ആക്രമണം വ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഓയിൽ ഫെസിലിറ്റീസ് ആക്രമിച്ചാൽ സാമ്പത്തിക ആഘാതം ഉണ്ടാകും. പക്ഷേ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിച്ചാൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതം നേരിട്ട് ബാധിക്കപ്പെടും. ആശുപത്രികൾ, സ്കൂളുകൾ, വീടുകൾ, വ്യവസായങ്ങൾ എല്ലാം കുടിവെള്ളത്തെയും വൈദ്യുതിയെയും ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സുരക്ഷാ വിദഗ്ധരും ഇത് സ്ട്രാറ്റജിക് പ്രഷർ ടാക്ടിക് ആയി കാണുന്നു.
ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് എന്ന് വെച്ചാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ കടുത്ത നിലപാടാണ് എടുത്തിരിക്കുന്നത്. ജോർദനിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായിട്ട് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ക്യാമ്പുകൾക്ക് നേരെ US എയർഫോഴ്സ് ശക്തമായ വ്യോമാക്രമണം, അതായത് വമ്പൻ ബോംബിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധം ഏത് നിമിഷവും ഒരു സമ്പൂർണ്ണ റീജിയണൽ വാർ ആയിട്ട് മാറാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ്. ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, ഇന്ത്യ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. സംഘർഷം കൂടുതൽ വ്യാപിച്ചാൽ ഓയിൽ പ്രൈസ് ഉയരാം, ഷിപ്പിംഗ്, ഇൻഷുറൻസ് ചെലവ് കൂടാം, ഫ്യൂവൽ പ്രൈസിലും ഇൻഫ്ലേഷനിലും അതിന്റെ പ്രതിഫലനം കാണാം. അതുകൊണ്ട് കുവൈത്തിൽ നടന്ന ഈ ആക്രമണം ഒരു പ്രാദേശിക വാർത്ത മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന സംഭവമാണ്. ഒരു പവർ പ്ലാന്റ് ആക്രമിക്കപ്പെട്ടാൽ വൈദ്യുതി നഷ്ടമാകും. പക്ഷേ ഒരു വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റ് ആക്രമിക്കപ്പെട്ടാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് നേരിട്ട് ബാധിക്കുന്നത്. അതിനാലാണ് കുവൈറ്റിലെ ഈ സംഭവം മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലെ ഏറ്റവും അപകടകരമായ വഴിത്തിരിവുകളിൽ ഒന്നായിട്ട് വിലയിരുത്തപ്പെടുന്നത്. ഈ ആക്രമണങ്ങൾക്ക് അമേരിക്കയും സഖ്യരാജ്യങ്ങളും എത്ര ശക്തമായ മറുപടി നൽകും? ഇറാൻ ഇനി പിന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ഗൾഫ് മുഴുവൻ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘർഷത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? വരും ദിവസങ്ങളിൽ അമേരിക്ക ഇറാനുമേൽ നടത്തുന്ന തിരിച്ചടികൾ എത്രത്തോളം കടുപ്പമേറിയതായിരിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ബ്രിട്ടനിൽ വീണ്ടും ഒരു വലിയ രാഷ്ട്രീയ ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രധാനമന്ത്രിമാർ മാറുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത്തവണത്തെ മാറ്റം വെറും ഒരു ലീഡർഷിപ്പ് ചേഞ്ച് അല്ല. ബ്രിട്ടനെ മുഴുവൻ റീവയർ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് പുതിയ നേതാവ് എത്തുന്നത്. അതെ, പ്രധാനമന്ത്രി കിയർ സ്റ്റാമറിന് പകരം ആന്റി ബേൺഹാം ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ്. 40 വർഷത്തെ ചരിത്രത്തിൽ ബ്രിട്ടൻ കാണാത്ത അത്ര വലിയ മാറ്റത്തിനാണ് അദ്ദേഹം തുടക്കമിടുന്നത്. ആരാണ് ഈ ആന്റി ബേൺഹാം? എന്തുകൊണ്ടാണ് ലേബർ പാർട്ടി സ്റ്റാമറിന് പകരം ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്? ഇന്ത്യ UK ബന്ധത്തിന് ഇതിന്റെ അർത്ഥം എന്താ പരിശോധിക്കാം. UKയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ 7ാമത്തെ പ്രധാനമന്ത്രിയാണ് ആന്റി ബേൺഹാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ പവർ സ്റ്റേഷൻ ലണ്ടൻ അല്ല, മറിച്ച് നോർത്തേൺ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ നഗരമാണ്. 2017 മുതൽ 2026 വരെ അദ്ദേഹം ഗ്രേറ്റർ മാഞ്ചസ്റ്ററിന്റെ മേയർ ആയിരുന്നു. കിയർ സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള ലേബർ ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതോടെ പാർട്ടിക്കുള്ളിൽ വൻ അസംതൃപ്തി പുകഞ്ഞിരുന്നു. അവിടെയാണ് ആന്റി ബേൺഹാം തന്റെ മാസ്റ്റർ പ്ലാൻ കളിച്ചത്. ഒരു മേയർക്ക് നേരിട്ട് പാർട്ടി ലീഡറോ പ്രധാനമന്ത്രിയോ ആകാൻ പറ്റില്ല. അതുകൊണ്ട് വെറും ഒരു മാസം മുൻപ് അദ്ദേഹം ഒരു പാർലമെന്റ് സീറ്റിലേക്ക് നടന്ന ബൈ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചു. ലണ്ടൻ പാർലമെന്റിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ കിയർ സ്റ്റാമർ രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു. ലേബർ പാർട്ടിയുടെ 403 MPമാരിൽ 379 പേരുടെയും വമ്പൻ സപ്പോർട്ടോടെയാണ് ബേൺഹാം പാർട്ടി ലീഡറായും പുതിയ പ്രധാനമന്ത്രിയായും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരൊറ്റ മാസം കൊണ്ട് മേയർ പദവിയിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണതലവനായിട്ടുള്ള ഈ ഒരു മാസ് എൻട്രി ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബേൺഹാമിന്റെ ആ റീവയർ ബ്രിട്ടൻ പദ്ധതിയെ കുറിച്ചൊന്ന് പറയാം. ഇത്രയും കാലം ബ്രിട്ടനിലെ എല്ലാ പവറും കൺട്രോൾ ചെയ്തിരുന്നത് ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു. എന്നാൽ ബേൺഹാം പറയുന്നത് ലണ്ടൻ കേന്ദ്രീകൃതമായ ഈ ഒരു ഭരണം മാറണം, അധികാരം പ്രാദേശിക റീജിയൻസിലേക്ക് മാറണമെന്നാണ്. ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ച ഏറ്റവും വലിയ വിപ്ലവകരമായ നീക്കമാണ് നമ്പർ 10 നോർത്ത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിന്റെ, അതായത് 10 ഡൗണിംഗ് സ്ട്രീറ്റിന്റെ ഒരു വമ്പൻ ബ്രാഞ്ച് ഓഫീസ് അദ്ദേഹം മാഞ്ചസ്റ്ററിൽ സ്ഥാപിക്കാൻ പോകുന്നു. അതായത് ഭരണം ഇനി ലണ്ടനിൽ മാത്രം ഒതുങ്ങുന്നില്ല, UKയുടെ വടക്കൻ മേഖലകളിലേക്കും അധികാരം ഒഴുകും. ഇതുകൂടാതെ വൻതോതിൽ കൗൺസിൽ ഹൗസസ് നിർമ്മിക്കുമെന്നും പബ്ലിക് ട്രാൻസ്പോർട്ടും ഇൻഫ്രാസ്ട്രക്ചറും കൂടുതൽ ജനകീയമാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1980കളിൽ മാർഗരറ്റ് താച്ചർ കൊണ്ടുവന്ന കടുത്ത വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ റീസ്ട്രക്ചറിംഗ് ആയിരിക്കും ഇതെന്നാണ് ബേൺഹാം അവകാശപ്പെടുന്നത്. UKയിൽ ഒരു പുതിയ ഭരണാധികാരി വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് അറിയേണ്ട ഒരൊറ്റ കാര്യമാണ് നമ്മുടെ ഇന്ത്യ UK റിലേഷൻഷിപ്പിനെ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ളത്. സ്ട്രാറ്റജിക് വിദഗ്ധരും ഇന്റർനാഷണൽ റിലേഷൻസ് എക്സ്പേർട്സും നൽകുന്ന സൂചനകൾ വളരെ പോസിറ്റീവാണ്. ആന്റി ബേൺഹാം പ്രധാനമന്ത്രിയാകുന്നതോടെ ഇന്ത്യയും UKയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. കാരണം മറ്റൊന്നുമല്ല, മാഞ്ചസ്റ്റർ മേയർ ആയിരുന്ന സമയത്ത് തന്നെ ബേൺഹാം ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബിസിനസ് സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. 2023 അദ്ദേഹം ഇന്ത്യയിലേക്ക് ഒരു വലിയ ബിസിനസ് ഡെലിഗേഷനെ നയിച്ചു വന്നിരുന്നു. മുംബൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങൾ സന്ദർശിച്ച് ഹെൽത്ത് കെയർ, ഡിജിറ്റൽ ടെക്നോളജി, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വൻ നിക്ഷേപങ്ങൾ ഉറപ്പാക്കാൻ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. കൂടാതെ UKയിലെ ഇന്ത്യൻ ഡയസ്പോറ, അതായത് അവിടെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ചർച്ചകളിൽ ഇരിക്കുന്ന ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എത്രയും വേഗം ഒപ്പിടാൻ ബേൺഹാം മുൻകൈ എടുക്കുമെന്നാണ് സ്ട്രാറ്റജിക് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഇത് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈസി ആണെന്ന് തോന്നാമെങ്കിലും ആന്റി ബേൺഹാമിന് മുന്നിലുള്ളത് പൂമത്തെയല്ല, മറിച്ച് വലിയ വെല്ലുവിളികളാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ 20 വർഷമായിട്ട് UKയുടെ ഇക്കണോമി വളരെ മന്ദഗതിയിലാണ്. കടബാധ്യതകൾ വളരെ കൂടുതലാണ്. വലിയ തോതിൽ പുതിയ തുക വായ്പ എടുക്കാൻ മാർക്കറ്റ് അനുവദിക്കില്ല. അതുകൊണ്ട് ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന് നികുതി വർദ്ധിപ്പിക്കേണ്ടി വരും. അത് ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചേക്കാം.
ഈ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പ്രതികരിച്ചു. പ്രത്യേകിച്ച് നോർത്ത് സീ ഓയിൽ സംബന്ധിച്ച് ബേൺഹാമിന്റെ സമീപനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ബേൺഹാം പുതിയ ഓയിൽ എക്സ്പ്ലോറേഷൻ ലൈസൻസസ് നൽകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ലേബറിന്റെ മുൻ വാഗ്ദാനങ്ങളും നിലവിലെ ഊർജ്ജ ആവശ്യങ്ങളും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തേണ്ട സാഹചര്യമാണുള്ളത്. ബേൺഹാമിന് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ അനുഭവമുണ്ടെങ്കിലും വിദേശ നയരംഗത്ത് നേരിട്ടുള്ള പരിചയം താരതമ്യേന കുറവാണ് എന്ന് അനാലിസിസ് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം നേറ്റോയെ പിന്തുണയ്ക്കുന്നു, അതുപോലെ യുക്രൈനിന് പിന്തുണ തുടരുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് വിഷയത്തിൽ കൂടുതൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റൊരു വശത്ത് യുകെയിലെ വലതുപക്ഷ പാർട്ടിയായ റിഫോം യുകെ ലേബർ പാർട്ടിയേക്കാൾ റേറ്റിംഗിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പ്രതിസന്ധികളെല്ലാം മറികടന്ന് തന്റെ ആദ്യ ക്യാബിനറ്റ് രൂപീകരിച്ച് തിങ്കളാഴ്ച കിങ് ചാൾസ് മൂന്നാമനെ കണ്ട് അദ്ദേഹം ഔദ്യോഗികമായി ഭരണം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ബ്രിട്ടന് വീണ്ടും ഒരു പുതിയ പ്രധാനമന്ത്രി. പക്ഷേ ഈ മാറ്റം ഒരു വ്യക്തിയുടെ മാറ്റം മാത്രമല്ല, ബ്രിട്ടന്റെ ഭരണരീതിയും സാമ്പത്തിക നയങ്ങളും പൊതുസേവനങ്ങളും മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ തുടക്കമാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ആന്റി ബേൺഹാം പറഞ്ഞ റീവയർ ബ്രിട്ടൻ എന്ന ആശയം യാഥാർത്ഥ്യമാകുമോ എന്നാണ്. അല്ലെങ്കിൽ ബ്രിട്ടന്റെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുമോ? അതുപോലെ ഇന്ത്യ UK ബന്ധം കൂടുതൽ ശക്തമാകുമോ എന്നതും അടുത്ത മാസങ്ങളിൽ വ്യക്തമാകും. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഇതാ മറ്റൊരു മഹാവിപത്ത് അതിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന രൂപത്തിൽ ആവർത്തിക്കുകയാണ്. കാനഡയിലെ വനങ്ങളിൽ പടർന്നു പിടിച്ച കാട്ടുതീ ഇപ്പോൾ വടക്കേ അമേരിക്കയെ ഒട്ടാകെ വിഴുങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ പുക ഉയർന്നു പൊങ്ങി ആകാശത്ത് പടരുന്നത് ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ പോലും ഉപഗ്രഹങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കാനഡയിൽ മാത്രം ഇപ്പോൾ 950-ലധികം സജീവമായിട്ടുള്ള കാട്ടുതീയാണ് ആളി പടരുന്നത്. അതിൽ 240-ലധികം തീയും കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. കാനഡയിലെ ടൊറന്റോയിലും അമേരിക്കയിലെ ന്യൂയോർക്കിലും വായു മലിനീകരണം, അതായത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ലോകത്തെ തന്നെ ഏറ്റവും മോശം അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു രാഷ്ട്രീയ തർക്കത്തിന് വരെ കാരണമായിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു വായു മലിനീകരണത്തിന് കാനഡയെ കുറ്റപ്പെടുത്തുകയും കടുത്ത താരിഫ് ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉണ്ടായിട്ടും കാനഡയ്ക്ക് ഈ ഒരു തീ അണയ്ക്കാൻ പറ്റാത്തത്? ഇതിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ ആരാണ്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. 2026 ജൂലൈ പകുതി പിന്നിടുമ്പോൾ കാനഡയിലെ 9 പ്രൊവിൻസസിലും 3 ടെറിട്ടറീസിലുമായിട്ട് കാട്ടുതീ പടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കാനഡയിൽ 830 മുതൽ 900-ലധികം ആക്റ്റീവ് ആയിട്ടുള്ള വൈൽഡ് ഫയർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 100-ലധികം തീയും ഔട്ട് ഓഫ് കൺട്രോൾ വിഭാഗത്തിലാണ്. വടക്കു പടിഞ്ഞാറൻ ഒന്റാരിയോയിൽ തണ്ടർ ബേ 36 എന്ന് പേരിട്ടിരിക്കുന്ന ഒറ്റ കാട്ടുതീ മാത്രം ലക്ഷക്കണക്കിന് ഏക്കർ വനമാണ് ചാരമാക്കിയത്. അവിടുത്തെ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ ഗ്രാമങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ചു കഴിഞ്ഞു. 10,000-കണക്കിന് ആളുകളെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ 8 ഫയർ ഫൈറ്റേഴ്സിന് തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ കാട്ടുതീയിൽ നിന്നും പുറപ്പെടുന്ന പുക കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC, മിഷിഗൻ, ഒഹായോ എന്നീ സംസ്ഥാനങ്ങളെ കടുത്ത ശ്വാസകോശ ഭീഷണിയിലാക്കിയിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഫൈനൽ മത്സരം നടക്കേണ്ട ന്യൂജേഴ്സിയിലെ സ്റ്റേഡിയം വരെ പുക കൊണ്ട് മൂടിപ്പോയ അവസ്ഥയിലാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ തീ അണയ്ക്കാൻ ഇത്രയും പാട്? അതിന് 3 പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്ന് ബോറിയൽ ഫോറസ്റ്റും റിമോട്ട് ലൊക്കേഷൻസുമാണ്. കാനഡയിലെ കാടുകൾ ഭൂരിഭാഗവും വടക്കൻ മേഖലയിലെ ബോറിയൽ കാടുകളാണ്. ഇവിടേക്ക് റേഡാറുകളോ മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വഴികളോ ഇല്ല. തീപിടുത്തമുണ്ടാകുന്ന ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഫയർഫോഴ്സിന് വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല. ഹെലികോപ്റ്ററുകളും വാട്ടർ ബോംബറുകളും മാത്രമാണ് ഏക ആശ്രയം എന്ന് പറയുന്നത്. അതുപോലെ ശക്തമായ കാറ്റ് തീയെ മണിക്കൂറുകൾക്കുള്ളിൽ കിലോമീറ്ററുകൾ അകലെ വരെ പടർത്തുന്നുണ്ട്. ഇനി സോംബി ഫയർസ്, അതായത് ചാമ്പലിൽ ഒളിഞ്ഞിരിക്കുന്ന തീ. ഇത് വളരെ വിചിത്രമായ ഒരു പ്രതിഭാസമാണ്. മുകളിൽ കാണുന്ന തീ അണഞ്ഞാലും കാനഡയിലെ മണ്ണിലുള്ള കട്ടിയുള്ള ജൈവാംശം, അതായത് പീറ്റ്, ഉള്ളിൽ കത്തുന്നുണ്ടാകും. മണ്ണിനടിയിലെ ഈ തീ ആഴ്ചകളോ മാസങ്ങളോ പുകഞ്ഞു കിടക്കും. ശീതകാലത്തെ മഞ്ഞിനടിയിൽ പോലും ഇത് ആക്റ്റീവ് ആയിരിക്കാം. പിന്നീട് വേനൽക്കാലത്ത് കടുത്ത ചൂടുണ്ടാകുമ്പോൾ ഇത് വീണ്ടും മുകളിലേക്ക് ആളിപ്പടരും. ഇനി മൂന്നാമത്തെ കാരണം ലൈറ്റ്നിങ്ങും അതുപോലെ ഹ്യൂമൻ സ്റ്റാഫ് ഷോർട്ടേജുമുണ്ട്. ഭൂരിഭാഗം തീപിടുത്തങ്ങളും ഉണ്ടാകുന്നത് ഇടിമിന്നൽ മൂലമാണ്. ഒരേ സമയം 100 കണക്കിന് സ്ഥലങ്ങളിൽ മിന്നലിലൂടെ തീപിടിക്കുമ്പോൾ അതിനെ എല്ലാം നേരിടാനുള്ള ആൾബലം കാനഡയിലെ വൈൽഡ് ഫയർ സർവീസസിന് ഇല്ല എന്നതാണ് സത്യം. കൂടാതെ കാനഡയുടെ വലുപ്പവുമായി നോക്കുമ്പോൾ അവരുടെ ഫയർ ഫൈറ്റിംഗ് ടീം വളരെ ചെറുതാണ്. ഇനി ഈ തീയുടെ ഏറ്റവും വലിയ പ്രശ്നം തീ മാത്രമല്ല, പുകയുമുണ്ട്. ഈ പുക 1000-കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് അമേരിക്കയിലെ മിഡ് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. എയർ ക്വാളിറ്റി അലേർട്ട്സ് പ്രഖ്യാപിച്ച നഗരങ്ങളിൽ ചിലത് ഷിക്കാഗോ, ഡെട്രോയിറ്റ്, മിനിപോളിസ്, ടൊറന്റോ, മോൺട്രിയൽ, ജാക്സൺവില്ല, ഇലിനോയ്സ് റീജിയൻ.
ഇനി ശാസ്ത്രജ്ഞർ നൽകുന്ന കടുത്ത മുന്നറിയിപ്പ് ഇതാണ്: ഇത് വെറും ഒരു പ്രകൃതി ദുരന്തമല്ല, മനുഷ്യർ വരുത്തിവെച്ച കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ, അതായത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രത്യക്ഷമായ ഫലമാണ്. കാനഡ മുൻ വർഷങ്ങളെക്കാൾ വേഗത്തിലാണ് ചൂട് പിടിക്കുന്നത്. 2023-ലും 2025-ലും ഉണ്ടായ വമ്പൻ കാട്ടുതീ സീസണുകൾക്ക് ശേഷം 2026-ലും ഇത് ആവർത്തിക്കുകയാണ്. ഈ കാട്ടുതീയുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന PM2.5 ഫൈൻ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന സൂക്ഷ്മ കണികകൾ മനുഷ്യന്റെ ശ്വാസകോശത്തെ മാത്രമല്ല, ഹൃദയത്തെയും അതുപോലെ ബ്രെയിനെയും കടുത്ത രീതിയിൽ ബാധിക്കും. ടൊറന്റോയിലെ ആശുപത്രികളിൽ ശ്വാസമുട്ടലും നെഞ്ചുവേദനയുമായി എത്തുന്ന രോഗികളുടെ എണ്ണം കുത്തനെ കൂടിയിരിക്കുകയാണ്. ഗർഭിണികൾ, കുട്ടികൾ, പ്രായമായവർ എന്നിവർ പുറത്തിറങ്ങരുത് എന്നും അടിയന്തര സാഹചര്യങ്ങളിൽ N95 മാസ്ക് ധരിക്കണമെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ വിദഗ്ധർ ഉപദേശിക്കുന്നുണ്ട്. ഇത് കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈൽഡ് ഫയർ ഡിസാസ്റ്റർ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. 2026-ലെ സീസൺ ഇനിയും മോശമാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രകൃതി അതിന്റെ ശക്തി കാണിച്ചു തുടങ്ങുമ്പോൾ മനുഷ്യന്റെ അതിരുകളും അതിർത്തികളും ഒന്നും അതിന് തടസ്സമല്ല എന്നതിന്റെ തെളിവാണ് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് പടരുന്ന ഈ ഒരു വിഷപ്പുക. രാഷ്ട്രീയ നേതാക്കൾ ഇതിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ ഭൂമിയുടെ ശ്വാസകോശമായ വനങ്ങൾ ഇല്ലാതാവുകയാണ്. വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഇടിമിന്നലോടുകൂടിയ മഴ ഇതിനൊരു ആശ്വാസമാകുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരു കുട്ടിക്ക് പനി വരുന്നു, മാതാപിതാക്കൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, ചികിത്സ കഴിഞ്ഞ് കുട്ടി വീട്ടിലെത്തുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പരിശോധനയിൽ കണ്ടെത്തിയത് ആ കുട്ടിക്ക് HIV. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും, പക്ഷെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ ഇപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അയൽ രാജ്യത്ത് നടന്ന യഥാർത്ഥ സംഭവമാണ്. അതിലും ഞെട്ടിക്കുന്ന കാര്യം, ഒരു കുട്ടിയല്ല, 10ഓ 20ഓ കുട്ടികളല്ല, 100 കണക്കിന് കുട്ടികൾക്ക് HIV സ്ഥിരീകരിച്ചു. ഈ ദുരന്തത്തിന് കാരണം ഒരു അപകടകരമായ മെഡിക്കൽ വീഴ്ചയാണ്. അവിടെയുള്ള ഗവൺമെന്റ് ആശുപത്രികൾ ഇപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ HIV പ്രഭവ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. കറാച്ചിയിലും പഞ്ചാബിലെ ധൗൻസയിലും പ്രധാന ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്കെത്തിയ 100 കണക്കിന് കുട്ടികൾക്കാണ് ഈ മാരക രോഗം ബാധിച്ചിരിക്കുന്നത്. ഒരു നാടിനെ മുഴുവൻ നരക തുല്യമാക്കിയ മെഡിക്കൽ രംഗത്തെ ഏറ്റവും വലിയ ക്രിമിനൽ അനാസ്ഥയുടെ വാർത്തയാണിത്. ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? പാകിസ്ഥാന്റെ തകർന്നടിഞ്ഞ ആരോഗ്യരംഗവും ദാരിദ്ര്യവും ഇതിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത് പരിശോധിക്കാം. നമുക്ക് ഈ ഒരു സംഭവത്തിന്റെ വ്യാപ്തി ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ കുറച്ച് കണക്കുകൾ പരിശോധിക്കാം. പാകിസ്ഥാനിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. 2019-ൽ സിന്ധ് പ്രവിശ്യയിലെ റെട്ടോഡെറോയിൽ ഒരു ഡോക്ടർ തുടർച്ചയായിട്ട് ഉപയോഗിച്ച സിറിഞ്ച് കാരണം 1000-ഓളം കുട്ടികൾക്കാണ് അന്ന് HIV ബാധിച്ചത്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ ഒരു പാഠവും പഠിച്ചില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ 2026-ൽ പുറത്തുവരുന്ന പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലഭ്യമായ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കറാച്ചിയിലെ കുൽസൂം ഭായ് ബാലിക KBV ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കെത്തിയവരിൽ 130-ലധികം പേർക്ക് പുതിയതായിട്ട് HIV സ്ഥിരീകരിച്ചു. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. കൂടാതെ പാകിസ്ഥാൻ മെഡിക്കൽ അസോസിയേഷൻ, അതായത് PMAയുടെ കണക്കുകൾ പ്രകാരം 2026-ന്റെ ആദ്യ 3 മാസങ്ങളിൽ മാത്രം സിന്ധ് പ്രവിശ്യയിൽ 894 പുതിയ HIV കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 329 പേരും കുഞ്ഞുങ്ങളാണ്. ഇനി ഇതിന് സമാനമായിട്ട് മുൻപ് പഞ്ചാബ് പ്രവിശ്യയിലെ ധൗൻസ ഹോസ്പിറ്റലിൽ BBC നടത്തിയ അണ്ടർ കവർ അന്വേഷണത്തിൽ, അത് മുൻവർഷങ്ങളിലാണ്, 331 കുട്ടികൾക്ക് ഇത്തരത്തിൽ രോഗം ബാധിച്ചതായിട്ട് കണ്ടെത്തിയിരുന്നു. വിദഗ്ധർ പറയുന്നത് ഇതൊരു വൻ ഹിമശൈലത്തിന്റെ അഗ്രം മാത്രമാണ് എന്നാണ്. യഥാർത്ഥ കണക്കുകൾ ഇതിന്റെ 4 ഇരട്ടിയോളം വരും എന്നാണ്. എന്തുകൊണ്ടാണ് ആശുപത്രികൾ രോഗം മാറ്റുന്നതിന് പകരം രോഗം കൊടുക്കുന്ന കേന്ദ്രങ്ങളാകുന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, സിറിഞ്ചുകളുടെ പുനരുപയോഗമാണ്. അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് ഒരൊറ്റ തവണ മാത്രം ഉപയോഗിക്കേണ്ട സിംഗിൾ യൂസ് സിറിഞ്ചസ് ഒരു കുട്ടിക്ക് ഉപയോഗിച്ച ശേഷം അതേ സിറിഞ്ച് മാറ്റാതെ മരുന്നിന്റെ കുപ്പിയിലേക്ക് വീണ്ടും ഇറക്കി അടുത്ത കുട്ടിക്കും ഇഞ്ചക്ഷൻ നൽകുന്നു എന്നാണ്. ഇതോടെ മരുന്ന് കുപ്പി മുഴുവൻ മലിനമാവുകയും ആ മരുന്ന് എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും രോഗം പടരുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത്തേത്, വ്യാജ ഡോക്ടർമാരുടെ വിളയാട്ടം. പാകിസ്ഥാനിൽ ലൈസൻസ് ഇല്ലാത്ത, യാതൊരു പരിശീലനവും ലഭിക്കാത്ത 10,000 കണക്കിന് വ്യാജ ഡോക്ടേഴ്സ് തെരുവുകളിൽ ക്ലിനിക്കുകൾ നടത്തുന്നു. ഇവർക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോളുകളെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആശുപത്രി മാലിന്യങ്ങളുടെ പുനർവിൽപ്പനയാണ്, റീസെല്ലിംഗ്. ഏറ്റവും ക്രൂരമായ കാര്യം, ആശുപത്രികളിൽ നിന്ന് കളയുന്ന സിറിഞ്ചുകളും നീഡിൽസും ഒക്കെ ചില മാഫിയകൾ ശേഖരിച്ച് വെറുതെ വെള്ളത്തിൽ കഴുകി വീണ്ടും പാക്ക് ചെയ്ത് മാർക്കറ്റിൽ വിൽക്കുന്നു എന്നതാണ്. പാവപ്പെട്ട ആളുകൾ വിലക്കുറവ് കണ്ട് ഈ സിറിഞ്ചുകൾ വാങ്ങി ഉപയോഗിക്കുന്നു. ഇതൊരു ആശുപത്രിയുടെ മാത്രം പ്രശ്നമല്ല, സിസ്റ്റം ഫെയിലിയർ ആണ് എന്നാണ് പബ്ലിക് ഹെൽത്ത് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ ആരോഗ്യ പ്രതിസന്ധിക്ക് പിന്നിൽ പാകിസ്ഥാന്റെ നിലവിലെ കടുത്ത ദാരിദ്ര്യവും ആഭ്യന്തര കലുഷിതാവസ്ഥയും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. രാജ്യം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലാണ്. ഗവൺമെന്റിന് ഹെൽത്ത് സെക്ടറിന് വേണ്ടി നീക്കിവെക്കാൻ ഫണ്ടില്ല. ഗവൺമെന്റ് ആശുപത്രികളിൽ കൃത്യമായ സുരക്ഷാ ഉപകരണങ്ങളോ ജീവനക്കാർക്ക് ശമ്പളമോ നൽകാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ കടുത്ത ദാരിദ്ര്യം കാരണം അവർക്ക് വലിയ സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ കഴിയില്ല.
വെറും 30 രൂപയോ 50 രൂപയോ മാത്രം ഫീസ് വാങ്ങുന്ന വ്യാജ ക്ലിനിക്കുകളെ ആശ്രയിക്കാൻ പാവപ്പെട്ട മാതാപിതാക്കൾ നിർബന്ധിതരാകുന്നു. ഇതിനു പുറമെ രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയും ഭീകരവാദ പ്രശ്നങ്ങളും കാരണം ഭരണാധികാരികളുടെ ശ്രദ്ധ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതേയില്ല. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വമ്പൻ വിവാദത്തിന് പിന്നാലെ സിന്ധ് ഹൈക്കോടതി അതീവ ഗുരുതരമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. കുറ്റക്കാരായ 37 ഡോക്ടേഴ്സിനും ജീവനക്കാർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും പലരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ DRAP ഒരു തവണ ഉപയോഗിച്ചാൽ സ്വയം ലോക്ക് ആകുന്ന ഓട്ടോ ഡിസേബിൾ സിറിഞ്ചസ് മാത്രം വിൽക്കാനുള്ള കടുത്ത നിയമനിർമ്മാണത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സംഭവം പാകിസ്ഥാന്റെ മാത്രം പ്രശ്നമല്ല. ഒരു സിറിഞ്ച് പല രോഗികൾക്ക് ഉപയോഗിച്ചാൽ HIV മാത്രമല്ല, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, മറ്റ് ബ്ലഡ് ബോൺ ഡിസീസസ് എല്ലാം പകരാം. അതുകൊണ്ട് WHO വർഷങ്ങളായിട്ട് 1 syringe 1 patient 1 time എന്ന സന്ദേശം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ജീവൻ രക്ഷിക്കാനാണ്. പക്ഷേ ചികിത്സയ്ക്കായി പോയ ഒരു കുട്ടി HIV-യുമായിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യം ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ പരാജയമാണിത്. 2019 മുന്നറിയിപ്പ് ലഭിച്ചു. 2025 2026 വീണ്ടും അതേ കഥ ആവർത്തിച്ചു. ഇനി ചോദ്യം, പാകിസ്ഥാൻ ഈ തവണ യഥാർത്ഥ ആരോഗ്യ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമോ? അല്ലെങ്കിൽ നാളെ വീണ്ടും മറ്റൊരു ആശുപത്രിയിൽ ഇതേ വാർത്ത തന്നെയാണോ നമ്മൾ കേൾക്കാൻ പോകുന്നത്? ലോകത്ത് എന്ത് സംഭവിച്ചാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഓരോ പ്രതിസന്ധിയും ഓരോ രാജ്യത്തിനും ഒരു പാഠമാണ്. ചിലത് യുദ്ധം എങ്ങനെ ഒഴിവാക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ചിലത് ആരോഗ്യ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാകണമെന്ന് കാണിച്ചു തരുന്നു. ചിലത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നു. മറ്റു ചിലത് നല്ല നേതൃത്വത്തിന്റെയും ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങളുടെയും പ്രാധാന്യം വ്യക്തമാക്കുന്നു. വിവരങ്ങൾ അറിയുന്നത് മാത്രം പോരാ, അവയിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്നതും അത്ര തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ലോകം അതിവേഗം മാറുകയാണ്. അതുകൊണ്ട് ശരിയായ വിവരങ്ങൾ അറിഞ്ഞ് ശാന്തമായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം. ഗുഡ് നൈറ്റ്.